സ്ക്വിഡിനെ കിട്ടിയോ? എത്ര സ്ക്വിഡിനെ കിട്ടി? അപ്പം നമുക്കൊരു സ്ക്വിഡ് ഫിഷിങ് ചെയ്താലോ? എല്ലാവർക്കും എന്നെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഹാലോം ബേയിൽ ക്രൂയിസിലാണ്. നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഐറ്റിനറി ആയിരുന്നു സ്ക്വിഡ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വന്നു, എല്ലാവർക്കും ഇതേപോലെ ചൂണ്ടയൊക്കെ തന്നു. ഇവർ ചൂണ്ട എന്ന് പറയുന്നത് നമ്മുടെ സാധാ മീനിന് ഇടുന്ന ചൂണ്ടയൊന്നുമല്ല. നമുക്കിതിന് എരേ വേണ്ട. അതിലാകെ ഇങ്ങനെ കുറേ ഒരു 5-6 കുളത്ത് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിട്ട് ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഇരിക്കണം. ആദ്യമൊക്കെ എല്ലാവരും കൂടി ആട്ടാനൊക്കെ തുടങ്ങിയെങ്കിലും ആർക്കും അങ്ങനെ അങ്ങോട്ട് മെച്ചം വന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നിനും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളതിങ്ങനെ ഇട്ട് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി. ഇതപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 കുളത്തുണ്ട് ഇതിന്. ഇത് ഈ സ്ക്വിഡ് ഇങ്ങനെ ആകർഷിച്ച് അതിൽ കുളത്തി ഇങ്ങോട്ട് വരും. പക്ഷേ ചില സമയത്ത് ഇവർ ഭയങ്കര ബ്രില്യൻറ്റും ആണ്. അധികം അങ്ങോട്ട് കൊളത്താനൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് വേറൊരു നെറ്റൊക്കെ തന്നിട്ടുണ്ട്. ആ നെറ്റ് വെച്ച് നമ്മൾ കോരിയൊക്കെ എടുക്കണം. കുറേ നേരം ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ചെയ്ത് നോക്കിയെങ്കിലും അവർക്കൊന്നും കിട്ടാണ്ടായപ്പോൾ അവർ ലാസ്റ്റ് അവരെല്ലാവരും മടങ്ങി. പക്ഷെ നമുക്ക് ഓൾറെഡി ഫിഷിങ്ങിൽ നമുക്ക് ഇത്തിരി കമ്പുള്ള കാരണം കൊണ്ട് ഞാനും കൂടി കുറച്ച് നേരം നിന്ന് അങ്ങനെ ഞങ്ങൾക്ക് 2 സ്ക്വിഡിനെ കിട്ടി. വീണ്ടും ഞങ്ങൾ കടലിൽ തന്നെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അത്രയുള്ളൂ. ടാറ്റാ.